നമസ്തേ. ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമാത് സ്വനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയഃ പരധർമ്മോ ഭയാവഹ. ഇത് ഭഗവത്ഗീതയിലെ 3:35 ശ്ലോകമാണ്. 3-ാം അധ്യായത്തിലെ 35-ാം ശ്ലോകം. ഇതിൻ്റെ അർത്ഥം എന്താണ്? ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ, വിഗുണമായ സ്വധർമ്മം ശ്രേയസ്കരമാണ് എന്നാണ്. അല്ലാതെ ആളുകൾ പറയുന്ന പോലെ ഒരു ഗുണമില്ലാത്തതാണെങ്കിലും സ്വധർമ്മം ശ്രേഷ്ഠമാണ് എന്നല്ല. വിഗുണമായ സ്വധർമ്മം ശ്രേയസ്കരമാണ്. ഇതാണ് ആ സംസ്കൃത വാക്യത്തിൻ്റെ അർത്ഥം. പരധർമാത് സ്വനുഷ്ഠിതാത്, നന്നായി ചെയ്ത മറ്റു ധർമ്മങ്ങളെ, പരധർമ്മം എന്ന് പറഞ്ഞാൽ അന്യൻ്റെ ധർമ്മം എന്നുള്ളതല്ല, മറ്റു ധർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത്, ശ്രേയസ്കരമായിട്ടുള്ളത് വിഗുണമായ സ്വധർമ്മമാകുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു വരിയുടെ അർത്ഥമായി. ഇനി സ്വധർമ്മേ നിധനം ശ്രേയഃ, സ്വധർമ്മം ചെയ്യുമ്പോൾ മരിക്കുകയാണെങ്കിൽ അത് ശ്രേയസ്കരമാണ്. പരധർമ്മോ ഭയാവഹ, പരധർമ്മം അതായത് മറ്റു ധർമ്മങ്ങൾ ഭയത്തെ ഉണ്ടാക്കുന്നതാണ്. സ്വധർമ്മത്തിൽ മരിച്ചാൽ പോലും ശ്രേയസ്കരമാണ്. മറ്റു ധർമ്മങ്ങളോ എങ്ങനെ ചെയ്താലും ഏത് സന്ദർഭത്തിലും ഭയത്തെ ഉണ്ടാക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സന്ദേശം നൽകുന്നത്? വിഗുണമായ സ്വധർമ്മം ശ്രേയസ്കരമാണ്. അങ്ങനെ വിഗുണമായ സ്വധർമ്മം എങ്ങനെയാണ് ശ്രേയസ്കരമാകുന്നത്? വിഗുണമെന്ന് പറഞ്ഞാൽ ഗുണമില്ലാത്തതെന്നാണോ? അല്ല. അങ്ങനെ ആണെങ്കിൽ ഭഗവാൻ അങ്ങനെ ഒരു ഗുണമില്ലാത്ത സ്വധർമ്മം ശ്രേയസ്കരമായിരിക്കും എന്ന് പറയത്തില്ല. ഗുണമൊന്നും ഇല്ലാത്ത കർമ്മം ചെയ്യണമെന്ന് തന്നെ ഒരു ഭഗവാൻ പറയുമോ? ഇല്ല. ഗുണമൊന്നും ഇല്ലാത്തതെന്നുള്ള അല്ല അതിൻ്റെ അർത്ഥം. വിഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രിഗുണങ്ങൾക്ക് അതീതമായ, ത്രിഗുണങ്ങൾ ഒഴിഞ്ഞ കർമ്മം, അതാണ് വിഗുണം. ത്രിഗുണങ്ങൾ ഒഴിഞ്ഞ എന്നുള്ള അർത്ഥം വിഗുണം എന്ന് പറഞ്ഞു തന്നെ. ത്രിഗുണങ്ങളോട് കൂടിയതാണെങ്കിലോ അത് വേറൊരു ശ്ലോകത്തിൽ പറയുന്നത് ഗുണകർമ്മം എന്നാണ് അതിന് പറയുന്നത്. 3:29 അത് പറയുന്നുണ്ട്. ഗുണകർമ്മം എന്ന് തന്നെ പറയുന്നു. ഗുണകർമ്മത്തിൽ ഏർപ്പെടുന്നവരാരാണ്? അവർക്ക് ഈ പ്രകൃതിയുടെ ഗുണങ്ങൾ കൊണ്ട് അവർ മൂഢന്മാരായിട്ടുള്ളവരാണ്. അങ്ങനെയുള്ള പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യന് 2 ഭാവങ്ങളാണ് ഉള്ളത്. ഒന്ന് ഭൗതിക ഭാവവും പിന്നെ ആത്മീയ ഭാവവും. 2 ഘടകങ്ങൾ ചേർന്നാണ് മനുഷ്യനെന്ന് മാത്രമല്ല എല്ലാ ജീവികളും. അതിലെ ഭൗതിക ഭാവമാണ് പ്രകൃതി. ആ പ്രകൃതി എന്തിനാലാണ് ഉണ്ടാക്കിയത്? 3 ഗുണങ്ങളാണ്. സത്വ രജസ് തമ ഗുണങ്ങൾ. അതാണ് ആ ഗുണങ്ങൾ ഒഴിഞ്ഞ സ്വധർമ്മമാണ് വിഗുണധർമ്മം, വിഗുണമായ സ്വധർമ്മം. എന്താണ് അതിൻ്റെ മേന്മ? അതായത് ഭൗതികമായിട്ടുള്ള താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങളൊരു സ്വധർമ്മത്തെ അനുഷ്ഠിച്ചാൽ അത് ശ്രേഷ്ഠമല്ല, ശ്രേയസ്കരവുമല്ല. അത് നിങ്ങളെ ബന്ധനത്തിലേക്ക് കൊണ്ടുപോകും, ഭയത്തെ ഉണ്ടാക്കും. എന്ത് തരത്തിലുള്ള ഭയം? നിങ്ങൾ ജന്മമൃത്യു ജരാദുഃഖങ്ങളോടുകൂടി ജീവിക്കേണ്ടി വരും. അതാണ് ഭയം ഉണ്ടാക്കുന്നത്. അല്ല, ഗുണങ്ങൾ ഒഴിഞ്ഞ സ്വധർമ്മമാണെങ്കിലോ, അതായത് വിഗുണ സ്വധർമ്മമാണെങ്കിലോ, അതാണെങ്കിൽ നിങ്ങൾ ഈ ദ്വന്ദ്വാത്മകമായ ഈ ഭൗതിക ദുഃഖങ്ങളെ എല്ലാം കളഞ്ഞ് നിങ്ങൾ അമൃതത്വം പ്രാപിക്കും, നിങ്ങൾ നിത്യമായ ആനന്ദത്തിലെത്തും. അപ്പോൾ അതുകൊണ്ട് അത് ശ്രേയസ്കരമാണ്. അതാണ് പറയുന്നത്, വിഗുണമായ സ്വധർമ്മം ശ്രേയസ്കരമാണ്, അതേ നിങ്ങൾ ചെയ്യാവൂ. ഇതാണ് കൃഷ്ണൻ നൽകുന്ന ഉപദേശം. ഇതിന് ദുർവ്യാഖ്യാനം ചെയ്ത് നിങ്ങൾ ഗുണമില്ലാത്തതാണെങ്കിലും സ്വധർമ്മം എന്ന് നിങ്ങൾ ചെയ്തോണം, ഗുണമില്ലെങ്കിലും ചെയ്തോണം. മറ്റുള്ളവൻ്റെ ധർമ്മം പോയി ചെയ്ത്, പരധർമ്മം എന്നുള്ള മറ്റുള്ളവൻ്റെ ധർമ്മം എന്നാണ് അവരെടുത്തിരിക്കുന്നത്. അങ്ങനെയല്ല അർത്ഥം. മറ്റു ധർമ്മങ്ങൾ എന്നുള്ളതേ ഉള്ളൂ. ആ വാക്കിന് അങ്ങനെയുള്ളൊരു അർത്ഥം ഉള്ളത് സന്ദർഭത്തിനനുസരിച്ചുള്ള അർത്ഥം നമ്മൾ എടുക്കണം. മറ്റുള്ളവൻ്റെ ധർമ്മം എന്നല്ല. അങ്ങനെ ഓരോരുത്തർക്കും പ്രത്യേകം ധർമ്മമൊന്നും ആരും വീതിച്ചു കൊടുത്തിട്ടില്ല. അത് ശ്രീകൃഷ്ണൻ തന്നെ ഭഗവത്ഗീതയിൽ വ്യക്തമാക്കുന്നുണ്ട്. 5-ാം അധ്യായത്തിലെ 14-ാം ശ്ലോകത്തിൽ അത് പറയുന്നുണ്ട്. അതായത് ആർക്കും വേണ്ടി ഇന്ന കർത്തൃത്വം ഇന്ന കർമ്മമാണ് ലോകസ്യ സൃജതി പ്രഭു.
അപ്പം അങ്ങനെ ഭഗവാൻ അങ്ങനെ ആർക്കും വേണ്ടി ഇന്ന ഇന്ന കർമ്മങ്ങൾ നിനക്ക് നീ ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ടൊന്നുമില്ല. അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്, ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, കർമ്മണ്യേവ അധികാരസ്ഥേ. ഈ ലോകത്ത് നിനക്ക് അധികാരമുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നിന്റെ കർമ്മം ഏതാണെന്ന് നിശ്ചയിക്കാൻ. നീ കർമ്മം ചെയ്യണോ വേണ്ടയോ, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, എവിടെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് നിശ്ചയിക്കാനുള്ള അവകാശം നിനക്കാണ്. അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരു ഭഗവാൻ അവൻ ഇന്ന ഇന്ന കർമ്മം ചെയ്തു കൊടുക്കുമെന്ന് പറയുമോ? ഇല്ല. അത് തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് 5:14. അപ്പം അത് ഈ കർമ്മം മുൻകൂട്ടി പറയാത്തതുകൊണ്ട് എൻ്റെ സ്വധർമ്മം, അത് എൻ്റെ ധർമ്മം, അന്യൻ്റെ ധർമ്മം, അങ്ങനെ ഒരു വേർതിരിവില്ല. ഓരോ സന്ദർഭത്തിലും ഒരാൾ ചെയ്യേണ്ടതായി വന്നു ഭവിക്കുന്ന കർമ്മങ്ങളാണ് അവൻ്റെ സ്വധർമ്മം. അത് നീ ഭൗതികമായ സ്വാർത്ഥതയില്ലാതെ നീ ചെയ്യണം. അങ്ങനെ ചെയ്താൽ നീ ആനന്ദത്തോടെ നിനക്ക് നിത്യവും കഴിയാൻ പറ്റും. ഇതാണ്, നീ നിത്യമായ ആനന്ദത്തിലേക്ക് പോകും. ഇല്ലെങ്കിലോ ഭൗതികമായ താല്പര്യങ്ങളോടുകൂടി ആ ഗുണങ്ങളാൽ സമ്മൂഢനായി നീ ഒരു കർമ്മം ചെയ്യുകയാണെങ്കിൽ നീ എപ്പോഴും അധോഗതിയായിരിക്കും. നീ എപ്പോഴും ദുഃഖത്തിൽ തന്നെ നിൽക്കും. നീ ദുഃഖം സുഖം ഇങ്ങനെയുള്ള രണ്ടെണ്ണത്തിൽ ചാഞ്ചാടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അത് ഭയാവഹമാണ്. ഇതാണ് ഈ ശ്ലോകം നൽകുന്ന താല്പര്യം. ഇത് ദുർവ്യാഖ്യാനം ചെയ്യുന്നവർ, ഇത് യുക്തിവാദികളുണ്ട്, കപട പുരോഗമനവാദികളുണ്ട്. ഇവരൊന്നും യാതൊരു യുക്തിയില്ലാത്തവരാണ്. വേണ്ടവണ്ണം ഗീതാ സന്ദേശത്തിന്, പൊതുവായ സന്ദേശത്തിനനുസരിച്ച് ഇവർ ഈ ശ്ലോകത്തെ വ്യാഖ്യാനിക്കുന്നില്ല, അറിയുന്നില്ല. എന്തിന് നമ്മുടെ പല ആചാര്യന്മാരും ഗുരുക്കന്മാർ പോലും ഇതിനെ തെറ്റായി ധരിച്ച് തെറ്റായി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മുക്തരായി നമ്മളൊരു ഗുരുവോ ആചാര്യനോ പഠിപ്പിക്കുന്നത് അപ്പടി സ്വീകരിക്കുകയല്ല വേണ്ടത്. നമ്മളുടെ യുക്തിക്കും നമ്മുടെ ചിന്തയ്ക്കും യോജിക്കുന്ന രീതിയിൽ നമ്മൾ അതിനെ തൃപ്തിപ്പെടുത്തുകയാണെങ്കിൽ മാത്രമേ നമ്മളത് സ്വീകരിക്കാൻ പാടുള്ളൂ. അത് ശ്രീകൃഷ്ണൻ തന്നെ നൽകുന്ന സന്ദേശവും അതാണ്. 18:63 ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അത് ഞാൻ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഞാൻ പറയേണ്ടതെല്ലാം ഞാൻ നിൻ്റെ അടുക്ക പറഞ്ഞിട്ടുണ്ട്. ഇനി നീ ഇതിനെക്കുറിച്ച് വിമർശിച്ച് വേണ്ടതുപോലെ ചെയ്യുക. ഏതാണ് ചെയ്യേണ്ടത് എന്ന് നിനക്ക് തീരുമാനിക്കാമെന്ന് അവിടെ എടുത്ത് പറയുന്നുണ്ട്. വിമർശിച്ചത് അശേഷണ യഥേച്ഛസി തഥാ കുരു എന്നാണ് പറയുന്നത്. നിനക്ക് അതനുസരിച്ച് ഞാൻ പറഞ്ഞതൊക്കെ വിമർശിച്ചിട്ട് നിനക്കവിടെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇത് വേറെ ഉപനിഷത്തിലും പറയുന്നുണ്ട്. അതായത് ഐത്തിരീയ ഉപനിഷത്തിൽ പറയുന്നുണ്ട്, ഗുരു ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശം അതാണ്. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളൊന്നും നിങ്ങളെ പിന്തുടരാൻ പാടില്ല, നല്ലത് നിങ്ങൾക്ക് തോന്നുന്ന കാര്യം പിന്തുടർന്നാൽ മതി. അപ്പോൾ ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരിക്കലും ഒരു ഗുരുവോ ഒരു ആചാര്യനോ വന്നിരുന്ന് പറയുന്നത് അപ്പടി എടുക്കരുത്. അല്ലെങ്കിൽ നമ്മളോട് ഒരു തർക്കത്തിന് വരുമ്പോൾ ഇന്ന ആൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ശങ്കരാചാര്യർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ശങ്കരാചാര്യരൊക്കെ ഈ ശ്ലോകത്തെ ആ രീതിയിൽ ഞാനിപ്പം പറഞ്ഞ രീതിയിൽ വിശദീകരിച്ചിട്ടില്ല. അപ്പം അത് നമ്മുടെ നിത്യചൈതന്യതയുണ്ട്. അദ്ദേഹം ഇതേപോലെ വിശദീകരിച്ചിട്ടില്ല. ഈ രീതിയിലല്ല അദ്ദേഹം വിശദീകരിക്കുന്നത്. പല ആൾക്കാരുടെ വ്യാഖ്യാനങ്ങളും ഞാൻ നോക്കിയതാണ്. അപ്പം അവരൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു, അവരൊക്കെ മഹാത്മാരാണ്. പക്ഷെ അവരൊക്കെ പറഞ്ഞെന്ന് കരുതി അത് അപ്പടി നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. വിജ്ഞാനം വളർന്ന് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, പുതിയ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പുതിയ തലമുറയുടെ ചിന്തകൾക്ക് അനുസരിച്ച് അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അവർ ചിന്തിക്കട്ടെ, യുക്തിപൂർവ്വം ആലോചിക്കട്ടെ. എന്നിട്ട് അതിനനുസരിച്ച് അതുമായിട്ട് യോജിച്ച് വരുന്നില്ല ആചാര്യനായാലും ഗുരുവായാലും പറയുന്ന കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ ആ ഗുരുവിനെയും ആചാര്യനെയും അവർ മറികടക്കട്ടെ, അവർ നിരാകരിക്കട്ടെ, എന്നിട്ട് മുന്നോട്ട് പോകട്ടെ. നല്ല ചിന്തകൾ എപ്പോഴും ഉണ്ടാകട്ടെ. അപ്പോൾ ഇതാണ് ഞാൻ ഈ പറഞ്ഞതാണ് എനിക്ക് ബോധ്യപ്പെട്ട അർത്ഥം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ എന്നിട്ട് ഒരു തീരുമാനത്തിലെത്തുക. എന്തുവായാലും ഇത് ഗുണമില്ലാത്ത കർമ്മം നീ ചെയ്യണമെന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയുകയുമില്ല. ഈ കാര്യം നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കണം. നന്ദി, നമസ്കാരം.